ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജർമ്മിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിറ്റേന്നാൾ കൈസരിയയിൽ എത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസിന് ഉണ്ടായ ദർശനത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. ഈ ദർശനം എന്തായിരിക്കും എന്ന് പത്രോസിന് സംശയമുണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇന്ന് ഇത് വായിക്കുന്ന നമുക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കുവാൻ ആദിമ സഭയുടെ സാഹചര്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നന്നാണ്. യെരുശലേമിലുണ്ടായ സഭയിൽ യഹൂദന്മാരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. 100% യഹൂദന്മാർ ഉണ്ടായിരുന്ന സഭ. അതുകൊണ്ട് തന്നെ ആ സഭയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും കഴിച്ചിരുന്ന ഭക്ഷണം ഒരേ തരത്തിലുള്ളതായിരുന്നു. അവരുടെ വേഷവിധാനങ്ങൾ ഒരുപോലെയുള്ളതായിരുന്നു. അവരുടെ ആഘോഷങ്ങളെല്ലാം ഒന്നായിരുന്നു. അവരുടെ മതം ഒന്നാണ്, ആചാരം ഒന്നാണ്. അവർ കല്യാണം കഴിക്കുന്നത് ഒരുപോലെയാണ്. അവരുടെ ശവസംസ്കാരം നടത്തുന്നതും ഒരുപോലെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ, അവരുടെ സംസ്കാരത്തിൽ, അവരുടെ ആചാരങ്ങളിലൊന്നും ഒരു വ്യത്യാസവുമില്ലായിരുന്നു. ഇങ്ങനെയുള്ള യഹൂദന്മാർ മാത്രമുള്ള സഭയാണ് ആദ്യത്തെ ഏതാണ്ട് 10 വർഷങ്ങളോളം ഉണ്ടായിരുന്നത്. അതിനിടയിൽ ശമര്യയിലുള്ളവർ വിശ്വസിച്ചു. അതല്ലാതെ യഹൂദന്മാരല്ലാത്ത ആളുകൾ ആരും ശമര്യയിൽ ഉണ്ടായിരുന്നില്ല. ഇനി സ്തേഫാനോസിന്റെ കാലത്ത് ഉപദ്രവമുണ്ടായി ചിതറിപ്പോയപ്പോഴും അവർ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, യഹൂദന്മാരായ ആളുകളോടാണ് സുവിശേഷം പറഞ്ഞത്. ഫിലിപ്പോസ് മാത്രമായിരുന്നു അതിൻ്റെ ഒരു അപവാദം. യഹൂദന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള ജീവിത രീതി അഭ്യസിച്ചിരുന്നു. ചെറിയ കുട്ടികളെ അവർ ആദ്യം വായിച്ച് കേൾപ്പിക്കുന്ന ബൈബിളിലെ പുസ്തകം ലേവ്യ പുസ്തകമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം പ്രായമുള്ളവർ വായിച്ചാൽ പോലും മനസ്സിലാകാത്തതും ബോറടിക്കുന്നതുമായ ഈ പുസ്തകം എന്തിനാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ പുസ്തകത്തിൽ 3 തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അശുദ്ധമായ കാര്യങ്ങൾ, രണ്ടാമത് സാധാരണ കാര്യങ്ങൾ, മൂന്നാമത് വിശുദ്ധമായ കാര്യങ്ങൾ. ഇത് എങ്ങനെ കണ്ടെത്താം എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിച്ച് വളരാൻ തുടങ്ങുമ്പോൾ തന്നെ അശുദ്ധമായത് എന്താണ്, സാധാരണ കാര്യങ്ങൾ എന്താണ്, ദൈവത്തിന് വിശുദ്ധമായത് എന്താണെന്ന് ആദ്യം തന്നെ അവൻ പഠിക്കണം. അശുദ്ധമായ ആളുകളുണ്ട്, അല്ലെങ്കിൽ അശുദ്ധരായ ആളുകളുണ്ട്. അശുദ്ധമായ ഭക്ഷണമുണ്ട്, അശുദ്ധമായ താമസ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുണ്ട്, സാധാരണ ഭക്ഷണമുണ്ട്, സാധാരണ താമസ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധരായ ആളുകളുണ്ട്, വിശുദ്ധമായ ഭക്ഷണമുണ്ട്, വിശുദ്ധമായ താമസ സ്ഥലവുമുണ്ട്.
അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായവരോട് ഇടപെടരുത്, അശുദ്ധരായ ആളുകളുമായി യാതൊരു സംസർഗവും പാടില്ല, അശുദ്ധമായ ഭക്ഷണമൊന്നും കഴിക്കരുത്, അശുദ്ധമായ സ്ഥലങ്ങളിൽ താമസിക്കരുത് എന്ന കാര്യം ചെറുപ്പത്തിൽ തന്നെ യഹൂദന്മാരെ പഠിപ്പിച്ചിരുന്നു. ആ യഹൂദന്മാരാണ് ഇപ്പോൾ സഭയിലുള്ള എല്ലാവരും. അപ്പോസ്തലനായ പത്രോസും അത്തരത്തിലുള്ള ഒരു യഹൂദനാണ്. താൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, അപ്പോസ്തലനാണ്, സഭയിൽ ആദ്യമായി പ്രസംഗിച്ചവനാണ്, സഭയിലെ നേതാവാണ് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും താൻ പ്രാഥമികമായി ഒരു യഹൂദനാണ്. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലനായിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് യഹൂദനായിരിക്കെ തൻ്റെ ജാതികളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജാതികളെ ഒരു കാരണവശാലും ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ആളാണ് അപ്പോസ്തലനെങ്കിൽ സഭ അല്ലെങ്കിൽ സുവിശേഷ സന്ദേശം ജാതികളുടെ ഇടയിലെത്തുവാൻ വലിയ തടസ്സമുണ്ടാകും. അതുകൊണ്ട് ദൈവം അവനെ കാണിച്ചു കൊടുത്ത ആ ദർശനം ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല. ഇനി ചില ആളുകൾ ആ ദർശനം നോക്കിയിട്ട് പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല, ചെതുമ്പലില്ലാത്ത മീൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ യാതൊരു വിധത്തിലുമുള്ള ആത്മീയ പ്രാധാന്യവുമില്ല. നിങ്ങൾ ചില ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നാൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആരോഗ്യം നൽകുമായിരിക്കും, പക്ഷേ അത് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കില്ല. ഈ കാര്യമാണ് പ്രാഥമികമായി ദൈവം ഈ ദർശനത്തിലൂടെ പത്രോസിനോട് പറഞ്ഞത്. ആ ദർശനം 3 പ്രാവശ്യം കാണിച്ചു. ആ 3 പ്രാവശ്യവും ദൈവം പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യം, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്നാണ്. അപ്പോൾ ആ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ചില ആളുകളെ, ചില വസ്തുക്കളെ, ചില ജാതികളെ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച ആളുകളെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ഒരു യഹൂദ ബാലൻ വളർന്നു വരുമ്പോൾ അവന് യഹൂദന്മാരല്ലാത്ത ആളുകളെക്കുറിച്ചൊരു മുൻവിധിയുണ്ട്. പ്രിജുഡിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ പ്രിജുഡിസ് ഇതാണ്: ഞാൻ ഒരു കാരണവശാലും യഹൂദനല്ലാത്തവനുമായി യാതൊരു സംസർഗവും ഉണ്ടാക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്നാൽ ഈ ദർശനത്തിലൂടെ ദൈവം പത്രോസിനോട് പറയുന്നത്, നീ ആ മുൻവിധി മാറ്റിവെക്കണം. ആ മുൻവിധി നിനക്ക് ദൈവവചനമായ ബൈബിളിൽ നിന്ന്, അതായത് ലേവ്യ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതാണെങ്കിലും ഇപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നേലിയോസ് അയച്ച 3 പേർ അവിടെ വന്നത്. അവർ വന്ന് പത്രോസിനെ വിളിക്കുകയാണ്. ആ സമയത്ത് പത്രോസിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, അവരെ ഞാൻ അയച്ചതാകുന്നു, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവുക എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിനൊരു ദർശനം കാണിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും തന്നോട് പറയുകയാണ്, ഞാൻ ആ ദർശനം കാണിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ആളുകൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പറയല്ലോ, ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. തലേ ദിവസം, അതായത് പത്രോസ് ഈ ദർശനം കാണുന്നതിന് മുമ്പ് ഈ ആളുകൾ വന്നിരുന്നുവെങ്കിൽ അന്ന് പത്രോസ് ഒരിക്കലും അവരെ വീടിനകത്ത് കയറ്റുകയില്ല, അവരോട് സംസാരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് പത്രോസ് അവരെ വീട്ടിൽ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പുറജാതികളായ ആളുകൾ കൊർന്നേലിയോസിൻ്റെ അടിമയും അയാളുടെ വേലക്കാരനുമാണെന്ന് ഓർക്കണം. അവരെ പത്രോസ് താമസിക്കുന്ന വീട്ടിൽ താമസിപ്പിച്ചു. അതൊരു വലിയ കാര്യമാണ്. അതുമാത്രമല്ല, അവർ വന്ന കാര്യം ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ കൊർന്നേലിയസിനെ കുറിച്ച് പറയുന്നു. നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുന്നതിൻ്റെ പ്രസംഗം കേൾക്കണം എന്നൊരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഇവിടെ പത്രോസിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രമാനുഗതമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന്, എന്നാൽ ഇനി ഞാൻ ജാതികളുടെ വീട്ടിൽ പോകാം, അവരുടെ ഭക്ഷണം കഴിക്കാം, അവരോട് സുവിശേഷം പറയാം എന്നല്ല, വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റമാണിത്. ശമര്യർ ആദ്യം വിശ്വസിച്ചു, അവിടെ അത്ഭുതങ്ങൾ നടന്നത് പത്രോസ് കണ്ടതാണ്. ഇപ്പോൾ ഈ ശതാധിപൻ വന്നപ്പോഴും ഒരു അത്ഭുതം നടന്നു എന്ന് പത്രോസിന് മനസ്സിലായി. കാരണം അയാളും ഒരു ദർശനം കണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നാം വിശേഷാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊർന്നേലിയോസിന് ദർശനമുണ്ടായെങ്കിലും അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിലും അയാൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം,
യഹൂദനായ പത്രോസ് തന്നെ അയാളോട് പ്രസംഗിക്കണം. പത്രോസിന്റെ യഹൂദ പേരായ ശീമോൻ എന്ന പേരും ഗ്രീക്ക് പേരായ പത്രോസ് എന്ന പേരും, ഈ 2 പേരും ഒക്കെ കൊർന്നേലിയോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പത്രോസ് പോയി അവനോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന കാര്യം വളരെ വ്യക്തമായി കൊർന്നേലിയോസിനോട് പറഞ്ഞു. അതിപ്പോൾ പത്രോസ് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാവുകയാണ്. ജാതികളെക്കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, എൻ്റെ മുൻവിധി മാറ്റിവെച്ച് ദൈവകൽപ്പന അനുസരിച്ച് ഞാൻ അവിടെ പോയി സുവിശേഷം അറിയിക്കണം എന്ന് പത്രോസിന് ബോധ്യമായി. ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്തയാഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.